بسم الله الرحمن الرحيم بسم الله الرحمن الرحيم وبه قال الشيخ الإمام الحافظ أمير المؤمنين في الحديث أبو عبد الله محمد بن إسماعيل البخاري رحمه الله تعالى ونفعنا بعلومه وبصحيحه آمين يا رب العالمين. حدثنا موسى بن إسماعيل قال حدثنا أبو عوانة قال حدثنا موسى بن أبي عائشة قال حدثنا سعيد بن جبير عن ابن عباس رضي الله عنهما وعنهم في قوله تعالى لا تحرك به لسانك لتعجل به. قال كان رسول الله صلى الله عليه وسلم يعالج من التنزيل شدة وكان مما يحرك شفتيه. فقال ابن عباس رضي الله عنهما فأنا أحركهما كما كان رسول الله صلى الله عليه وسلم يحركهما. فأنزل الله تعالى لا تحرك به لسانك لتعجل به إن علينا جمعه وقرآنا. قال جمعه لك في صدرك وتقرأه فإذا قرأناه فاتبع قرآنا. قال فاستمع له وأنصت ثم إن علينا بيانا ثم إن علينا أن تقرأه ثم إن علينا أن تقرأه. فكان رسول الله صلى الله عليه وسلم بعد ذلك إذا أتاه جبريل استمعا فإذا انطلق جبريل قرأه النبي صلى الله عليه وسلم كما قرأه. أصح الكتب بعد كتاب الله. വേദശേഷ മഹാസത്യ പാതാരം എന്ന നമ്മുടെ ഈ ബുഖാരി ദർസിൻ്റെ 40-ാമത്തെ ദർസാണ് നാം ഓതുന്നത്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ ഉസ്താദായി ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത് ഹദ്ദസനാ മൂസ ബിൻ ഇസ്മാഈല എന്നാണ്. ഹദ്ദസന എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഈ ഹദീസ് മൂസ ബിൻ ഇസ്മാഈൽ എന്നവരിൽ നിന്ന് ബഹുമാനപ്പെട്ട ബുഖാരി ഇമാം കേൾക്കുമ്പോൾ അവരോട് കൂടെ വേറെയും മഹത്തുക്കളുണ്ട് എന്ന് മനസ്സിലായി. മൂസ ബിൻ ഇസ്മാഈൽ അവരെ വിളിക്കുന്ന പേര് അബൂ സലമാന. അബൂ സലമ അൽ മുങ്കിരി. മുങ്കർ എന്ന് പറയുന്ന നാട്ടിലേക്ക് മുങ്കർ ബിൻ ഉബൈദ് ബിൻ മഖാഇസ് അൽ ബസരി അവരിലേക്ക് നിസ്ബ ചെയ്യപ്പെട്ടതാണ് ഇത്. മുങ്കിരി എന്ന് അവരെ പറ്റി സംബന്ധിച്ച് പറയല്. അവർ വലിയ ഹാഫിളാണ്, ധാരാളം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തവരാണ്, സബത്താണ്, സിക്കത്താണ്. അവരെ സംബന്ധിച്ച് ശിഹാബ് സിത്തൻ്റെ എല്ലാവരും ഇത്തിഫാക്കായി ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആളാണ് നമ്മുടെ മൂസ ബിൻ ഇസ്മാഈൽ എന്നവർ.
അവരെ സംബന്ധിച്ച് തബൂദക്കി എന്ന് പറയലുണ്ട്. അതിനെ സംബന്ധിച്ച് തബൂദക് നമ്മളെല്ലാം അവരെ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ ഏറ്റവും നല്ല തബൂദക്കി എന്നടിക്കല. ആ തബൂദക്ക് എന്ന് പറയുന്നത് തബൂദക്കിലേക്ക് നിസ്ബ ചെയ്തിട്ടാണ്. അതിനൊക്കെയുള്ള കാരണം തബൂദക്ക് എന്ന നാടിൽ അവിടെ താമസിച്ചിരുന്നു, അവിടെ വീടെടുത്ത് താമസിച്ചിരുന്നു, അതുകൊണ്ടാണെന്ന് അഭിപ്രായമുണ്ട്. അതല്ല അവിടെ മറ്റൊരാളോട് കൂടെ സൗഹാർദ്ദപരമായി താമസിച്ചവരാണ്, വീട് വാങ്ങി താമസിച്ചവരല്ല, അവിടെ താമസിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ്. എന്നാൽ ഇമാം സംആനി റളിയല്ലാഹു അൻഹു പറയുന്നത് ഈ തബൂദക്ക് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ വളം വിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചാണ്. അങ്ങനെ വളം വിൽക്കുന്ന ആളെ സംബന്ധിച്ച് പറയുന്നത് കാരണം ബഹുമാനപ്പെട്ട മൂസ ബിൻ ഇസ്മായിൽ എന്നവർ അവര് വളക്കച്ചവടം ചെയ്തിരുന്നു, അതുകൊണ്ടാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. വളക്കച്ചവടം ചെയ്തിരുന്നു. വേറെ അഭിപ്രായമുണ്ട്, അവര് കോഴിയുടെ പാർട്സ് വിൽക്കുന്നവരായിരുന്നു. അതിൻ്റെ കരള്, അതിൻ്റെ ഉള്ളിലുണ്ടാകുന്ന മറ്റുള്ള ചാണകം ഒഴിവാക്കി കോഴി പാർട്സ് എന്ന് പറയുന്ന സാധനങ്ങൾ, കരള്, മുട്ട സഞ്ചി, ഇതെല്ലാം കൂടിയിട്ടുള്ള ആ പാർട്സുകൾ എല്ലാം കൂടി വിൽക്കുന്നവരായിരുന്നു, അതുകൊണ്ടാണെന്നും പറയപ്പെടുന്നുണ്ട്. എന്തായാലും അവർ സംസ്ഥാനത്ത് തബൂദക്കി എന്നൊരറിയപ്പെട്ട പേരുണ്ട്. അവരുടെ വഫാത്തുള്ളത് ബസറയിൽ വെച്ചിട്ട് ഹിജ്റ 223 അവരുടെ പവർ, ഇമാം ബുഖാരി അവരുടെ ശിഷ്യനാണ്, യഹ്യ ബിൻ മഈൻ അവരുടെ ശിഷ്യരാണ്, സിയാവുസിത്തൻ്റെ എല്ലാ മഹാശായിഖന്മാരും അവരുടെ ശിഷ്യന്മാരാണ്. മുസ്ലിം റളിയല്ലാഹു അൻഹു, തുർമുദി, അബൂദാവൂദ് അവരെല്ലാവരും റിവായത്ത് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള മഹാനായ ഒരു മഹാനാണ് അവർ. ബഹുമാനപ്പെട്ട മുഹദ്ദിസിങ്ങളിൽപ്പെട്ട വലിയൊരാളാണ് ദാവൂദി. ആ ഇമാം ദാവൂദി പറയുന്നത് കതബ്ന അൻഹു 35,000 ഹദീസിൻ, 35,000 ഹദീസ് അവരെ തൊട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട്. പിന്നെ രണ്ടാമതായിട്ട് ഇമാം ബുഖാരി പറയുന്നത് മൂസ ബിൻ ഇസ്മായിൽ റളിയല്ലാഹു അൻഹു ഖാല ഹദ്ദസനാ അബൂ അവാന, മൂസ ബിൻ ഇസ്മായിൽ ഉസ്താദ് അബൂ അവാന എന്നവരാണ്. അബൂ അവാന എന്നവർ ബിഫത്തഹിൽ ഐനിൽ മുഹ്മലത്തി വന്നൂനി അവാന, അവരുടെ പേര് വല്ലാഹ് ബിൻ അബ്ദുല്ലാഹിൽ യശ്കുരി എന്ന് പറയുന്ന ആളാണ്. വല്ലാഹ് ബിൻ അബ്ദുല്ലാഹിൽ യശ്കുരി, കാഫിനിക്ക് ലോമുണ്ട്, യശ്കുരി എന്നാ പറയുക. വല്ലാഹ് അവർ അടിമയായി പിന്നീട് അവരെ യസീദ് ബിൻ അത്തായിൽ ബസാർ അൽ വാസ്തി എന്നവർ ഇത്കല്യവരാണ്. അവരുടെ മുതലാളി അവരോട് പറഞ്ഞു, ഒന്നിനൊക്കിൽ നിന്നെ ഞാൻ സ്വതന്ത്രനാക്കി വിടാം, അല്ലെങ്കിൽ ഹദീസ് പഠിച്ച് എഴുതാൻ വേണ്ടി നിന്നെ ഞാൻ വിടാം, നിനക്ക് എന്താണ് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്തോ എന്ന് പറഞ്ഞപ്പോൾ മഹാനവറുകൾ പറഞ്ഞതെന്താ, എനിക്ക് ഹദീസുകൾ എഴുതണം, സ്വതന്ത്രനായിട്ട്, രണ്ടും വേണം. അങ്ങനെ സ്വതന്ത്രനാക്കി വിട്ട മഹാനാണ് അവർ. അവരെ സംബന്ധിച്ച് ധാരാളം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മുഹമ്മദ് ബിൻ മുൻകദിർ അവരെ തൊട്ട് അവർ ഹദീസ് കേട്ടിട്ടുണ്ട്, ഹസൻ ബസരിനെ കണ്ടിട്ടുണ്ട്, ശുഅബ, വകീ, അബ്ദുൽ ഇബ്നു മഹ്ദി, ഇങ്ങനെയുള്ള മഹാന്മാരെല്ലാവരും അവർ ഹദീസുകൾ അവരെ തൊട്ട് റിവായത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെ കിതാബുകളിൽ അവർ എഴുതി വെക്കുന്നത് വളരെ കൃത്യമായിരിക്കും. എഴുതി വെക്കുമ്പോൾ വളരെ സൂക്ഷ്മതയോട് കൂടെ എഴുതി വെക്കുന്നവരാണ്. അവരുടെ വഫാത്ത് നടക്കുന്നത് 176 അതല്ല 175 അഭിപ്രായമുണ്ട്. പ്രധാനപ്പെട്ട മഹാനായ മുഹദ്ദിസീങ്ങൾ എല്ലാവരും ഹദീസ് റിപ്പോർട്ട് ചെയ്ത മഹാനാണ് അബൂ അവാന.
അവരുടെ ഉസ്താദായി വരുന്നത് ഹദ്ദസന മൂസ ബിനു അബി ആയിഷ. മൂസ ബിനു അബി ആയിഷ എന്നവർ ആണ് മൂന്നാമത്തെ ആള്. അവർ താബിഈയാണ്. അവരുടെ പിതാവിൻ്റെ പേര് അബു ആയിഷ എന്ന് തന്നെയാണോ അതല്ല പേര് വേറുണ്ടായിട്ട് അബു ആയിഷ കുഞ്ഞത്താണോ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഏതായാലും പിതാവിനിക്ക് അബു ആയിഷ എന്ന് പറയാൻ എന്നല്ലാതെ വേറൊരു പേരൊന്നും അവരെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അവരും ഇബ്നു അബി ഹുബൈറ എന്നവരുടെ ഇത്ക്ക് ചൊല്ലിയതായ മഹാനാണ്, ഒരു മൗലയാണ്. ഇബ്നു അബി ഹുബൈറ ധാരാളം താബിഈങ്ങളെ തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്തവരാണ്. സുഫിയാനു സൗരി, സുഫിയാൻ ഇബ്നു ഉയൈന, ബുഖാരി, ഇബ്നു ഹിബ്ബാൻ എന്ന പോലെയുള്ള വലിയ വലിയ മഹാന്മാർ അവരെ തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്യുകയും ഹദീസിന് പറ്റിയതായ എല്ലാ ശുറൂത്തും ഒത്തവരാണെന്നും പറഞ്ഞവരാണ്. മൂസ ബിനു അബി ആയിഷ എന്നവരുടെ ഗുരുനാഥനായി വരുന്നത് ഖാല ഹദ്ദസനാ സഈദ് ബിനു ജുബൈർ റളിയല്ലാഹു അൻഹു. സഈദ് ബിനു ജുബൈർ റളിയല്ലാഹു അൻഹു ആണ്. സഈദ് ബിനു ജുബൈറിനെ സംബന്ധിച്ച് അറിയാത്തവർ വളരെ കുറവായിരിക്കും. സഈദ് ബിൻ ജുബൈർ ബിൻ ഹിഷാം അൽ കൂഫിയോ അൽ അസദിയോ അൽ വാലിബിയോ, വളരെ പ്രധാനപ്പെട്ടവരാണ്. ഇമാമുൻ മുജ്മഉൻ അലൈഹി ബിൽ ജലാലത്തി വൽ ഉലുവി ഫിൽ ഇൽമി. ജലാലത്ത് കൊണ്ടും ഇൽമിലുള്ള ഉയർച്ച കൊണ്ടും അഭിപ്രായ വ്യത്യാസമില്ലാത്ത മഹാനായ ഇമാമാണവർ. ഇബാദത്തിലാണെങ്കിലോ വലിയ മഹാനാണ്. ഇബാദത്തിൽ അവർക്കുള്ള വൽ ഇളമി ഫിൽ ഇബാദ, ഇബാദത്തിൽ അവർക്കുള്ള മഹാത്മ്യത്തിലും അഭിപ്രായ വ്യത്യാസമില്ലാത്തതാണ്. അവരെ സംബന്ധിച്ച് പറയുന്ന പേര് ജഹ്ബദുൽ ഉലമാ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ജഹ്ബദുൽ ഉലമാ, പണ്ഡിതന്മാരിൽ നിന്ന് കുശാഗ്ര ബുദ്ധിയുള്ളവർ. മറ്റൊരർത്ഥം നമുക്ക് എന്താ, സമർത്ഥനായ നിരൂപകൻ. ജഹ്ബദുൽ ഉലമാന്റെ അർത്ഥം സ്ഥാനപ്പേര് അതാണ്. ഇന്ന് പിന്നെ പേരിടുക എന്ന് പറഞ്ഞാൽ ഏറ്റവും എന്ന ആൾക്കാർക്ക് ഏറ്റവും മഞ്ഞ, അതിൻ്റെ അപ്പുറം ഷാഫി ഇമാമാണെങ്കിലും അബൂബക്കർ സിദ്ദീഖ് ആ പേര് എത്താൻ പാടില്ല ആൾക്കാർ പേര് അന്നിടല്. അങ്ങനല്ല, അവർ പേര് ആക്കനുസരിച്ച് പേരിടുന്നതാണ്. ജഹ്ബദുൽ ഉലമാ, പണ്ഡിതന്മാരിൽ നിന്നുള്ള കുശാഗ്ര ബുദ്ധിയുള്ളവർ, അതാണ് അവരുടെ സ്ഥാനപ്പേര്. അവരുടെ 57-ാമത്തെ വയസ്സിലാണ് അവർ വഫാത്താകുന്നത്, ഷഹീദാകുകയാണ് ചെയ്തത്. 95 ഹിജ്റ 95 താബിഈയാണ്. ധാരാളം സ്വഹാബികളെ കണ്ടിട്ടുണ്ട്. ധാരാളം സ്വഹാബികളൊക്കെ നിന്ന് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരെ ഹജ്ജാജ് കൊല്ലുകയാണ് ചെയ്തത്. സ്വഹാബികളിൽ നിന്ന് അബ്ദുല്ലാഹിബ്നു അംർ റളിയല്ലാഹു അൻഹുവിനെ കണ്ടിട്ടുണ്ട്. ധാരാളം താബീങ്ങളെയും കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള മഹാനായ സഈദ് ബിൻ ജുബൈർ, അവിടെ ചരിത്രം ഒരു വലിയ ഒരു ദിവസങ്ങളോളം പറയേണ്ട ചരിത്രമുള്ളവരാണ് അവർ. ഇൽമിനെ പഠിക്കലോട് കൂടെ തന്നെ ഭരണത്തിലും നല്ല സ്വാധീനമുള്ളവരായിരുന്നു. പക്ഷേ ഹജ്ജാജ് ബിൻ യൂസുഫ് എന്ന് പറയുന്ന ഭരണാധികാരി അദ്ദേഹത്തിൻ്റെ ക്രൂരതകളിൽ മടുത്തുകൊണ്ട് ഭരണകൂടത്തിനെതിരായി പ്രവർത്തിച്ചു. അതിൻ്റെ പേരിലാണ് അവരെ കൊണ്ടുപോയി കൊന്നത്. ആ കൊന്നത് തന്നെ വലിയൊരു സംഭവമാണ്. അവർ മക്കയിൽ ഒളിവിലായിരുന്നു. അവിടെ നിന്ന് ആളുകൾ പറഞ്ഞു, ഇറാഖിൽ നിന്ന് മക്കയിലേക്ക് വന്നതായിരുന്നു. ഹജ്ജാജ് ബിൻ യൂസുഫിൻ്റെ ശർറ് ഒഴിവാവാൻ വേണ്ടി മക്കയിൽ വെച്ച് അവരെ പിടികൂടുമെന്നായപ്പോൾ
അവിടെയുള്ള ആളുകൾ സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നിങ്ങൾ ഇവിടം വിട്ടു പോവണം. പറഞ്ഞ വർത്താനം എന്താ? ഈ മക്കയിൽ വെച്ച് ഇനി എവിടേക്കാണ് ഓടുക? എവിടേക്ക് ഓടൂല. അള്ളാഹു എന്താണോ കണക്കാക്കിയത് അത് തന്നെ വരട്ടെ. അങ്ങനെ ഹജ്ജാജ് ബിൻ യൂസുഫിൻ മക്കയിൽ നിന്ന് പിടികൂടി ഹജ്ജാജ് ബിൻ യൂസുഫിന്റെ മുമ്പിലേക്ക് എത്തി. ഹജ്ജാജ് ബിൻ യൂസുഫ് അദ്ദേഹവുമായി കുറേ നീണ്ട സംഭാഷണമുണ്ട്. അതെല്ലാം ചരിത്രം അന്വേഷിക്കുന്നവർക്ക് ചരിത്രം പരിധിയാൽ ലഭിക്കുന്ന കാര്യമാണ്. അങ്ങനെ അവരെ കൊല്ലാൻ വേണ്ടി ഹജ്ജാജ് ഓർഡർ ചെയ്തു. കൊല്ലാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ കൊല്ലുന്ന സ്ഥലത്തേക്ക് എത്തിയപ്പോൾ സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു ഒന്ന് പൊട്ടിച്ചിരിച്ചു. അപ്പം അതിൻ്റെ ചുറ്റുഭാഗത്ത് നിൽക്കുന്ന ആളുകളും ആരാച്ചാരും എല്ലാവരോടും ചോദിച്ചു, എന്താണ് ഈ സമയത്ത് നിങ്ങൾ ഇങ്ങനെ ചിരിക്കണേ? അപ്പൊ സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞെന്താ? അജിബ്തു മിൻ ജുർഅതിക അലല്ലാഹ് വഹിൽമിഹി അൻകാ. ചിരിച്ചപ്പോ അവിടെ നിന്നല്ല ആളുകളെല്ലാം ചോദിച്ചത്. ചിരിച്ചപ്പം ഹജ്ജാജിനോട് പോയിട്ട് പറഞ്ഞു, സഈദ് ചിരിക്കുക ചെയ്യുന്നത്. അപ്പൊ അവർ മനസ്സിലാക്കിയിട്ടുണ്ടെന്നൊരു മാനസികമുള്ള ആളാണ്, വിട്ടോളെന്ന് വിചാരിച്ചിട്ടാവും പറഞ്ഞിട്ടുണ്ടാവുക. സഈദിനെ ഹജ്ജാജിന്റെ മുമ്പിൽ സഈദ് റളിയല്ലാഹു അൻഹുവിനെ ക്രൂരനായ ഹജ്ജാജിന്റെ മുമ്പിൽ ഹാജരാക്കി. ഹജ്ജാജ് ചോദിച്ചു, എന്തിനാ ചിരിക്കണ്? അപ്പോഴാ പറഞ്ഞത്, അജിബ്തു മിൻ ജുർഅതിക അലല്ലാഹ് വഹിൽമിഹി അൻകാ. ഞാൻ ചിരിക്കുന്നത് എനിക്കൊരു അത്ഭുതം, നീ അള്ളാഹുവിൻ്റെ മേലിൽ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായ മഹത്തുക്കളെ നീ കൊല്ലാൻ വേണ്ടി ധൈര്യം കാണിക്കുന്നു. എന്നിട്ട് നിനക്ക് ഇതുവരെ ഒന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല തരാതെ അള്ളാഹു തആല എന്തൊരു ശിക്ഷിക്കാതെ എന്തൊരു അമർച്ചയാണ് കാട്ടുന്നത്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പല സ്വഹാബികളെയും, ഹജ്ജാജിന്റെ സ്വഭാവം ഇഷ്ടം എന്താ? മഹാന്മാരെ പിടിക്കുക, കൊല്ല. എന്തെങ്കിലും കുറ്റാരോപിച്ച് കണ്ട് നേരിട്ട് കൊല്ലാൻ പറ്റാത്തവരെ ചതിയിൽ കൂടെ കൊല്ല. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ അടക്കം ഹജ്ജാജ് ചതിയിൽ കൂടെ കൊന്നതാണ്. കഅബ തവാഫ് ചെയ്യുമ്പോൾ വിഷത്തിലൂട്ടിയതായ ഒരു കുന്തം കൊടുത്തിട്ട് ഒരാളെ, സുഖമില്ലാത്ത ആളെ അഭിനയിച്ചും കൊണ്ടൊരു പട്ടാളക്കാരനോട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ തവാഫ് ചെയ്യാൻ വേണ്ടിയും തിരക്കൂട്ടാൻ വേണ്ടി ആളെ വിട്ടു. അങ്ങനെ തിരക്ക് കൂട്ടി അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തവാഫ് ചെയ്യുമ്പോൾ പെട്ടെന്ന് കൃത്രിമ തിരക്കുണ്ടാക്കി. ഈ വികലാംഗനായി തോന്നുന്ന വടി കയ്യിലുള്ള പട്ടാളക്കാരൻ ആ വിഷമൂട്ടിയതായ ആ വടിയുടെ ബാക്ക് കൊണ്ട് സൂചി മൊന കൊണ്ട് പെച്ചു എന്ന് തോന്നാൻ വേണ്ടി അബ്ദുല്ലാഹി ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലിന് കുത്തി. അതിലാണല്ലോ അബ്ദുല്ലാഹി ഉമർ റളിയല്ലാഹു അൻഹു അല്ലാ ജീവിച്ചില്ല, ആവശ്യകേറി വഫാത്താകുകയാണ്, ഷഹീദാവുകയാണ് ചെയ്തത്. അങ്ങനെ നേരിട്ട് കൊല്ലാൻ കഴിയാത്തവരെ ചതിയിൽ കൂടെയും മറ്റുള്ളവർ എന്തെങ്കിലും ആരോപണങ്ങൾ ആരോപിച്ച് കൊല്ലുകയും ചെയ്യുന്ന ഹജ്ജാജ്, ആ ഹജ്ജാജിനെ പറ്റിയാണ് സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു പറയുന്നത്, അല്ലാഹു തആലാന്റെ ഔലിയാക്കളെ മേൽ നീ ധൈര്യം കാട്ടുമ്പോൾ അള്ളാഹുവിൽ എന്തൊരു ഒതുക്കമാണ്, അത് ഓർത്തിട്ടാണ് ഞാൻ ചിരിക്കുന്നത്. അപ്പോൾ ഹജ്ജാജ് പറഞ്ഞു, ഞാൻ ചുരുക്കി പറയാണ്, സഈദിനെ നിങ്ങൾ കൊല്ലുക എന്ന് ഓർഡർ ചെയ്തു. പല ചരിത്ര കിതാബിലും കാണാം, ഹജ്ജാജിന്റെ മുമ്പിൽ കൊല്ലാൻ വേണ്ടി അതിനേക്കുള്ള രക്തം തറയിലാവാതിരിക്കാൻ വേണ്ടി പിരിക്കുന്ന വിരിപ്പ് വിരിച്ചു, തോലിൻ്റെ ഒരു പടം വിരിച്ചു, അതിലേക്ക് കെടുത്തിയ സമയത്ത് സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കെന്താ? വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫാ വമാ അന മിനൽ മുശ്രിക്കീൻ. വേറെ റിവായത്ത് കാണാൻ അവർ ചൊല്ലിയത് കിബ്ലക്ക് നേരെ കെടുത്തി അർക്കി എന്ന് പറഞ്ഞപ്പോൾ, കൊല്ലി എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം എന്ന് പറഞ്ഞു എന്നും ചരിത്രത്തിൽ കാണാം. എന്തായാലും ഈ രണ്ടായത്ത് ഓതിയപ്പോൾ ഹജ്ജാജ് പറഞ്ഞു, വജ്ഹുഹു ലിഗൈരിൽ ഖിബ്ല, ഖിബ്ല അല്ലാത്ത ഭാഗത്തേക്ക് തിരിച്ചിട്ട് കൊല്ലി. അപ്പം ബഹുമാനപ്പെട്ട സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫൈനമാ തുവല്ലു ഫസമ്മ വജ്ഹുല്ലാഹ്,
നിങ്ങൾ എവിടേക്ക് തിരിഞ്ഞാലും അവിടെ അള്ളാഹുവിൻ്റെ വജ്ഹുണ്ട്. ഇത് കേട്ടപ്പോൾ ഹജ്ജാജ് ദേഷ്യം പിടിച്ച് പറഞ്ഞു, കബ്ബൂഹു അലാ വജ്ഹി, അവനെ കമഴ്ത്തിക്കെടുത്തി, മുഖത്തിൻ്റെ മേലിൽ അവനെ കെടുത്തുക. അപ്പോൾ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ. അപ്പോൾ ഹജ്ജാജ് പറയാ, ഇദ്ബഹൂഹു, അറക്കിങ്ങൾ കമഴ്ത്തിക്കെടുത്തിയിട്ട് അറക്കാൻ വേണ്ടി ഓർഡർ ഇട്ടപ്പോൾ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കെന്താ? അമ്മാ അന فأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله خذها يا حجاج خذها مني يا حجاج حتى تلقاني بها يوم القيامة. ഹജ്ജാജ്, ഇത് എൻ്റെ വക്കലിൽ നിന്ന് നീ പിടിച്ചോ 2 ഷാത്ത്. എന്നെ കിയാമത്ത് നാളിൽ ഇതുമായി നിന്നെ ഞാൻ കാണും. ഇതുകൊണ്ട് എന്നെ കിയാമത്ത് നാൾ ഞാൻ ഏറ്റുമുട്ടും. പിന്നെ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു ഒരു ദുആയാണ്. എന്താ ദുആ? അല്ലാഹുമ്മ ലാ തുസല്ലിത്ഹു അലാ അഹദിൻ യഖ്തുലുഹു ബഅദി. ഈ ഹജ്ജാജിനെ എന്നെ കൊന്നതിൻ്റെ ശേഷം ഒരാളെയും ഇനി ഓന് കൊല്ലാൻ വേണ്ടി നീ വിട്ടുകൊടുക്കല്ല പഠിച്ചോരെ. അതോടുകൂടെ ഹജ്ജാജ് അവിടെ വെച്ച് സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു ഷഹീദായി കൊല്ലപ്പെട്ടു. റമദാൻ 11-നാണത്. ഹിജ്റ 95 അവരുടെ വയസ്സ് 59 അല്ലെങ്കിൽ 57, ഈ വ്യത്യാസമുണ്ട്. അങ്ങനെ കൊല്ലപ്പെട്ടതിൻ്റെ ശേഷം ഹജ്ജാജ് ഇബ്നു യൂസുഫിന് അതോടുകൂടെ ഒരു വിറളി, ഒരു ഭ്രാന്ത്. പിന്നെ ഹജ്ജാജ് ഇബ്നു യൂസുഫ് കിടന്നുറങ്ങിയിട്ടില്ല. കിടന്നുറങ്ങുമ്പോഴൊക്കെ സഈദ് ഇബ്നു ജുബൈർ വന്ന് എൻ്റെ കാല് പിടിച്ച് വലിക്കുന്നു. മാലി വലി സഈദ് എന്നങ്ങനെ അട്ടഹാസിക്കുമാതിരുന്നു. പലപ്പോഴും പറയും, കത്തലനി സഈദിനെ കൊല്ലുന്നു. അങ്ങനെ അവൻ ജീവൻ പോവുകയാണ് ചെയ്ത ഹജ്ജാജ് ഇബ്നു യൂസുഫ്. അത്രയും മഹത്വമുള്ള, ദുആക്ക് ഇജാബത്തുള്ള, ജീവിതത്തിൽ നന്മകൾ മാത്രം ചെയ്ത മഹാനാണ് ബഹുമാനപ്പെട്ട സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു. 5-മതായി ഈ സനദിൽ വരുന്ന സ്വഹാബി 2 താബിഈങ്ങൾ പറഞ്ഞതിൻ്റെ ശേഷം അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തൊട്ടാണ്. ഇബ്നു അബ്ബാസിന്റെ പ്രധാന ശിഷ്യനാണ് സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ്. ആ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് കൂടുതലായി പറയേണ്ട ആവശ്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എളാപ്പാന്റെ മകനാപ്പയായ അബ്ബാസ് എന്നവരുടെ മകനാണ്. അവരുടെ ഉമ്മ ഉമ്മുൽ ഫളിൽ ലുബാബത്തുൽ കുബ്ര എന്നവരാണ്. ഹാരിസ് എന്നവരുടെ മകൾ ലുബാബത്തുൽ കുബ്ര, അവരെ വിളിക്കുന്ന പേര് ഉമ്മുൽ ഫളിൽ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ നമ്മുടെ ഉമ്മ മൈമൂന റളിയല്ലാഹു അൻഹ അവരുടെ സഹോദരി പുത്രനാണ്. അതുകൊണ്ട് തന്നെ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മക്കം ഫത്ഹിന്റെ തൊട്ടടുത്താണ് ഹിജ്റ വരുന്നത്. കുറച്ച് കാലേ നബി തങ്ങളോട് കൂടെ ജീവിച്ചിട്ടുള്ളൂ. ഈ ദിവസങ്ങളിൽ നബി തങ്ങൾ മൈമൂന ബീവിൻ്റെ വീട്ടിലേക്ക് വരുമ്പോഴൊക്കെ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് കൂടെ തന്നെ ഉണ്ടാകും. അന്ന് വിരുന്ന് വരും നബി തങ്ങളെപ്പറ്റി പഠിക്കാൻ വേണ്ടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുമ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് 13 വയസ്സാണുള്ളത്. വളരെ ചിന്തിക്കേണ്ട വിഷയമാണ്. റസൂലുള്ളാഹി വഫാത്താകുമ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് 13 വയസ്സ്. ഹിജ്റയുടെ നബി തങ്ങൾ ഹിജ്റ പോരുന്നതിൻ്റെ 3 കൊല്ലം മുമ്പ് ശഅബ് അബീ താലിബിൽ വെച്ചാണ് അവരുടെ ജനനം ഉണ്ടാകുന്നത്. റസൂലുള്ളാഹി വഫാത്താകുമ്പോൾ പ്രായപൂർത്തി ആയിട്ടില്ല എന്നുള്ള പ്രായമുള്ള 13 വയസ്സാണ്. അവര് റസൂലുള്ളാഹി പഠിക്കും വഫാത്താകുന്ന സമയത്ത് അന്ന് സ്വഹാബത്തിന്റെ കൂട്ടത്തിലുള്ള മഹാപണ്ഡിതന്മാരിൽപ്പെട്ടവരൊന്നല്ല, അവർ കുട്ടിയാണ്.
റസൂലുള്ളാഹി തങ്ങൾ ദ്വാരന്ന് കൊടുത്തിട്ടുണ്ട് അല്ലാഹുമ്മ അല്ലിംഹുൽ ഖുർആൻ. അതുകൊണ്ടാണ് അവർക്ക് റഈസുൽ മുഫസ്സിരീൻ, തർജമാനുൽ ഖുർആൻ, അങ്ങനെ പല പേരുകളുമുള്ളവരാണ്, ധാരാളം പേരുകളുള്ളവരാണ്. പിന്നീട് റസൂൽ വഫാത്തായതിന് ശേഷം അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവരുടെ സുഹൃത്ത് കൂട്ടുകാരുണ്ടായിരുന്നു, അവരോട് കൂട്ടിയിട്ട് പറഞ്ഞു, ഇനി നമ്മുടെ ദൗത്യം റസൂലുള്ളാഹി വഫാത്തായി, റസൂലുള്ളാഹിന്റെ ഹദീസുകൾ ആരടുത്തെല്ലാം ഉണ്ടോ അവരടുത്തെല്ലാം പോയി പഠിക്കണം നാം. അങ്ങനെ ചിന്തിച്ച് ആ കൂട്ടുകാരൻ പറഞ്ഞു, എനിക്കൊഴിവില്ല. ഇബ്നു അബ്ബാസ് തങ്ങൾ മദീനയിലുള്ള എല്ലാ മുൻഗാമികളായ സ്വഹാബികളടുത്ത് പോയി ഹദീസുകൾ പഠിക്കും. ചില ദിവസങ്ങളിൽ മഹാന്മാരായ സ്വഹാബത്തിൻ്റെ മുമ്പിൽ അവർ എഴുന്നേറ്റ് വരുമ്പം വീട്ടിൻ്റെ മുമ്പിൽ തറയിൽ വാതിലിൽ ഉമ്മരപ്പടിയിൽ ഇരിക്കുകയോ കിടക്കുകയോ ചെയ്തിട്ടുണ്ടാകും. എന്തിനാ? അവർ വരുമ്പം പിടിച്ചിട്ട് ഹദീസ് ചോദിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വളരെ അധ്വാനിച്ച് പഠിച്ചു. അവർ റഈസുൽ മുഫസ്സിരീൻ എന്ന സ്ഥാനത്തേക്കെത്തി. സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും വലിയവരായി. അവരുടെ വീട്ടിലേക്ക് ഇൽമിനെ പഠിക്കാൻ വരുന്ന ആളുകളെ കൊണ്ട് തെക്കും തിരക്കുമായതിൻ്റെ പേരിൽ മഹാന്മാർ ചരിത്രത്തിൽ എഴുതി വച്ചിട്ടുണ്ട്, മുകളിൽ കൂടെ പൂയെറിഞ്ഞാൽ ഒരൊറ്റ പൂയി പോലും നിലത്തേക്ക് വീഴൂല. ആളുകളെ തലയിലേക്കായിരിക്കും വീണിട്ടുണ്ടാകുക, ആളുകളുടെ ശരീരത്തിലേക്കായിരിക്കും. അത്രയും എടയില്ലാതെ തൂർന്ന ജനങ്ങൾ ഇൽമിനെ പഠിക്കാൻ വേണ്ടി പല നാടുകളിൽ നിന്നും അവരിലേക്ക് ഒഴുകൽ പതിവായിരുന്നു. ഇവിടെ മുനാദറകൾ, ഖവാരിജികളുമായിട്ടുള്ള മുനാദറകളെല്ലാം ഇൻഷാ അല്ലാഹ് ബുഖാരിയിൽ തന്നെ അതിലേക്ക് സൂചനകൾ വരും, നമുക്ക് അവിടെ വെച്ച് നോക്കാം. ധാരാളം ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന പറയാനുള്ള മഹാനാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അവരുടെ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് ധാരാളം സ്വഹാബികൾ ധാരാളം ഹദീസ് റിപ്പോർട്ട് ചെയ്തവരുണ്ട്. അതിൽപ്പെട്ടൊരു മഹാനാണ് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹ, ബഹുമാനപ്പെട്ട ജാബിർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു. ഇങ്ങനെയുള്ള മഹാന്മാരെ കൂട്ടത്തിൽപ്പെട്ട ഏറ്റവും ഹദീസ് റിപ്പോർട്ട് ചെയ്ത ധാരാളം പേരാ പറഞ്ഞത്. ആ കൂട്ടത്തിൽപ്പെട്ട രണ്ടാമതായി എണ്ണുന്ന ആളാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അബൂ ഹുറൈറയാണ് ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്ത്. രണ്ടാം സ്ഥാനത്ത് ഇബ്നു അബ്ബാസ് തങ്ങൾ. നബി തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസ് 1660 ഹദീസാണ്. അതിൽ ഇമാം ബുഖാരിയും മുസ്ലിമും മുത്തഫഖ് അലൈഹി റിപ്പോർട്ട് ചെയ്തത് 795 ഹദീസ്. ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യാതെ ബുഖാരി മാത്രം ഇബ്നു അബ്ബാസ് റിപ്പോർട്ട് ചെയ്ത ഹദീസ് 120 ഹദീസ്. മുസ്ലിം റളിയല്ലാഹു അൻഹു ബുഖാരി ഇമാം റിപ്പോർട്ട് ചെയ്യാത്ത റിപ്പോർട്ട് ചെയ്തത് 49 ഹദീസ്. അവരുടെ മഹത്വം അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. അവരാണ് ബാബു ബദ്ഇൽ വഹിയിൽ 5ാമത്തെ ഹദീസിൻ്റെ സനദിൽ വരുന്നത്. അവർ പറയാണ്, അവർ ഒരു ആയത്തിൻ്റെ തഫ്സീറാണ് ഇവിടെ വിശദീകരിക്കാൻ പോകുന്നത്. ആയത്തിൻ്റെ തഫ്സീർ എന്താ? അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഫീ ഖൗലിഹി തആല, അല്ലാഹുവിൻ്റെ ഖൗലിൽ ഇബ്നു അബ്ബാസ് തങ്ങളെ തൊട്ട് സഈദ് ഇബ്നു ജുബൈർ എന്നവർ ഇപ്പോൾ ഹദീസ് പറഞ്ഞു. എന്താ? ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബിഹി, ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബിഹി എന്ന സൂറത്തുൽ ഖിയാമയിലെ 16ാമത്തെ ആയത്ത്. ആ ആയത്തിൻ്റെ തഫ്സീറിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. എന്താ? ഖാല അന്നഹു ഖാൽ, ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു യുആലിജു മിനത് തൻസീലി ശിദ്ദതൻ. തൻസീൽ എന്നുള്ള ഖുർആന്റെ മറ്റൊരു പേരാണ്. ഖുർആനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ ഗൗരവത്തെ നേരിടുമായിരുന്നു. ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ ശിദ്ദത്ത്,
പ്രയാസത്തെ റസൂലുള്ളാഹി നേരിടുമായിരുന്നു, വലിയ പ്രയാസത്തെ നേരിടുമായിരുന്നു. യുആലിജു എന്ന് പറഞ്ഞാൽ തന്നെ സാധാരണ നേരിടലല്ല, പ്രയാസം നേരിടല. ഇപ്പൊ സിദ്ദത്തൻ എന്ന് പറയുമ്പം ശക്തമായതായ പ്രയാസത്തെ നേരിടുമായിരുന്നു. സിദ്ദത്തൻ മഫൂൽ മുത്തലക്കാക്കി മർത്തം വെക്കാന്ന് പറയുന്നവരുണ്ട്. വകാന, എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈ സിദ്ദത്ത് വരാനുള്ള കാരണം? അതാണ് പറയുന്നത്. വകാന മിമ്മാ യുഹർരികു ശഫതൈഹി, 4ഓളം അർത്ഥങ്ങളുള്ള ഒരു പ്രയോഗമാണ് ആ പറയുന്നത്. വകാന മിമ്മാ യുഹർരികു ശഫതൈഹി. വകാന ലമീർ യുആലിജു എന്നറിയപ്പെട്ട മുആലജത്തിലേക്ക് ഇലാജിലേക്ക് വിടുക. അപ്പോൾ വകാന, ആ പ്രയാസം ആയിരുന്നു, മിമ്മ ഒന്ന് കാരണമായിട്ട്, യുഹർരികു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചലിപ്പിക്കും, ശഫതൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 2 ചുണ്ടിനെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 2 ചുണ്ടിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധാരാളമായി ചലിപ്പിക്കുന്നത് കാരണമായിട്ടായിരുന്നു അത്. അപ്പം മിൻ എന്ന് പറഞ്ഞത് ഇബ്തിദായിയ മിന്നാക്കി, മാ മൗസൂലയുമാക്കി. അപ്പം ഇത് എവിടെ നിന്ന് വന്നു എന്നാ ആ വന്നത്? ഇവിടെ നിന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 2 ചുണ്ടുകളെയും ധാരാളമായി ചലിപ്പിക്കുക. കാലിൻ്റെ ശേഷം മിമ്മാന്ന് ഉപയോഗിച്ചാൽ മഹാന്മാർ പറയുന്നുണ്ട് അവിടെ കൂടുതലായി എന്നൊരർത്ഥം കിട്ടും. കുറവായി എന്നല്ല, തഫ്ഈലിൻ്റെ മിന്നാമ കുറച്ച് കുറവായി എന്നല്ലേ. എന്നാൽ മഹാന്മാർ പറയുന്നത് കാലിൻ്റെ ശേഷം മിന്ന് വന്നാൽ അത് തക്സീറിനെ ഫായിദപ്പിക്കും. അപ്പം എന്തായി? നബി തങ്ങൾ ധാരാളമായി ചുണ്ടിനെ ചലിപ്പിക്കുന്നത് കാരണമായിട്ടായിരുന്നു. ചുണ്ട് ചലിപ്പിക്കാനാലാണ് ആ ആലജത്ത് ആ വിഷമം സഹിക്കേണ്ടി വന്നത്. വേറൊരർത്ഥമുണ്ട്. വകാന ലമീർ റസൂലുള്ളാഹിലേക്ക് വിടാം. അപ്പോൾ വകാന റസൂലുള്ളാഹിയായിരുന്നു, മിമ്മ എന്ന് എന്നാണല്ലോ. മാ എന്നുള്ളതിന് ആക്കിലിനും വൈറു ആക്കിലിനും ഉപയോഗിക്കും, മന്നിനെയും ആക്കിലിനും വൈറു ആക്കിലിനും ഉപയോഗിക്കും. മെന്ന് ഉപയോഗിക്കൽ ആക്കിലിനും ഉപയോഗിക്കൽ കൂടുതലാണെങ്കിലും, മാ ഉപയോഗിക്കൽ വൈറു ആക്കിലിനും ഉപയോഗിക്കലാണെങ്കിലും കൂടുതലെങ്കിലും തിരിച്ചു ഉപയോഗിക്കും. ആ മാ എന്നോട് പ്രദേശം മിമ്മൻ എന്നുള്ള അർത്ഥത്തിലേക്ക്. അപ്പോൾ കാന, അപ്പോൾ റസൂലുള്ളാഹിയായിരുന്നു മിമ്മൻ ഒരുത്തരിൽപ്പെട്ടവരായിരുന്നു, യുഹർരികു ശഫതൈഹി അവരുടെ ചുണ്ടിനെ ധാരാളമായി ചലിപ്പിച്ചു കൊണ്ടിരിക്കുന്നവരുടെ കൂട്ടത്തിൽപ്പെട്ടതായിരുന്നു. അതാണ് മുആലജത്തിന്റെ കാരണം. ഫഖാല ഇബ്നു അബ്ബാസിൻ, ഈ വേറെയും 2 അർത്ഥമുണ്ട് അവിടെ. മിന്നി തഅലീലിലേക്ക് ആക്കുക. വകാന ഇലാജായിരുന്നു ലിഅജലി തഹരീകി ശഫതൈഹി എന്നർത്ഥം വെക്കാം. അങ്ങനെയും മഹാന്മാർ പറയുന്നുണ്ട്. അല്ലെങ്കിൽ വേറെ അർത്ഥമുണ്ട്. വകാന മിമ്മ യുഹർരികു ശഫതൈഹി എന്ന് പറഞ്ഞ് കാന എന്നത് വജദന്റെ മാനാക്ക് താമാക്ക. അപ്പോൾ വകാന നബി തങ്ങൾ എത്തിച്ചവരായിരുന്നു. കാന വിമാന വജദ വിമാന ലഹറന്റെ മാനാക്കുള്ള വജദന്റെ മാനാക്ക്. വഫീഹി ലമീറുൻ യർജു ഇലൽ ഇലാജ്, ഇലാജിലേക്ക് ലമീർ അതിലുണ്ടായിട്ട്. വതഖ്ദീറു വലഹറ ഇലാജുഹു അശിദ്ദത മിൻ തഹരീകി ശഫതൈഹി. അപ്പോൾ കാന ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശിദ്ദത്തിനെ ഒക്കാന പ്രത്യക്ഷമായി ആ ഷിദ്ദത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഠിനമായ ബുദ്ധിമുട്ട് വഹിയിറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് കഠിനമാവൽ വെളിവായി. മിമ്മ യുഹർരികു ശഫതൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ദരിയായിട്ട് നബി തങ്ങളുടെ ചുണ്ടിനെ ധാരാളമായി അനക്കൽ കാരണമായാണ് വെളിവായത്. മുമ്പത്തെ ഹദീസിൽ പറഞ്ഞു പോയിട്ടുണ്ട്, നബി തങ്ങൾക്ക് വലിയാത്ത വിഷമം വല്ലാത്ത പ്രയാസം വഹി വരുമ്പോൾ ഉണ്ടാവലുണ്ട്, വിയർപ്പൂട്ടലുണ്ട് എന്നെല്ലാം പറഞ്ഞു പോയി. എന്നാൽ അത് എങ്ങനെ വെളിവായത് എന്നാണ്.
കാരണം എന്താ, അത് നബി തങ്ങൾ ധാരാളമായി ചുണ്ട് അനക്കൽ കാരണമായാണ് അത് പ്രത്യക്ഷപ്പെട്ടത്. നാലാമത്തെ അർത്ഥം അങ്ങനെയും വെക്കാം. ഫഖാല ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു, ഫന ഉഹർരിക്കുഹുമാ ലക്കും, ശിഷ്യന്മാരോട് പറയാണ്, ഞാൻ ആ രണ്ട് ചുണ്ടിനെ നിങ്ങൾക്ക് ഞാൻ അനക്കിത്തരാം, അനക്കി കാണിച്ചു തരാം. കമാ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുഹർരിക്കുഹുമാ, ആ രണ്ട് ചുണ്ടുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനക്കുന്നവരായതുപോലെ ഞാൻ നിങ്ങൾക്ക് അനക്കി കാണിച്ചു തരാം. വഖാല സഈദുൻ, ഇബ്നു അബ്ബാസ് തങ്ങളുടെ ശിഷ്യനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പറയുന്നു, അന ഉഹർരിക്കുഹുമാ കമാ റഅയ്തു ഇബ്നു അബ്ബാസിൻ യുഹർരിക്കുഹുമാ. ഈ വഖാല ഇപ്പോൾ ഈ വായിച്ച ഭാഗം നേരത്തെ നമ്മൾ വായിച്ചതില്ല. ഞാൻ നേരത്തെ വായിച്ചത് ഫത്ഹുൽ ബാരി നോക്കിയിട്ടാണ്, അതുകൊണ്ട് അതിലതില്ല, വിട്ടുപോയതായേക്കാം. വഖാല സഈദുൻ, സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന ഉഹർരിക്കുഹുമാ, ഞാൻ ആ രണ്ട് ചുണ്ടുകളെ അനക്കി കാണിച്ചു തരാം. കമാ റഅയ്തു ഇബ്നു അബ്ബാസിൻ യുഹർരിക്കുഹുമാ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആ രണ്ട് ചുണ്ടുകളെ അനക്കുന്നതായി ഞാൻ കണ്ടതുപോലെ ഞാൻ നിനക്ക് അനക്കി കാണിച്ചു തരാം. ഫഹറക, അങ്ങനെ സഈദ് എന്നവർ ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു അനക്കി ഷഫതൈഹി, അവർക്ക് രണ്ട് ചുണ്ടിനെ അനക്കി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹി ഇറങ്ങുമ്പോൾ, ആ വഹി എന്നെ പ്രയാസമാണ്, വലിയ അശ്രദ്ധയാണ്. മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഖുർആൻ ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹിയിൽ വെച്ച് അശ്രദ്ധമായ വഹിയാണ് ഉണ്ടാകുക. ആ വഹി ഇറങ്ങലോട് കൂടെ ഖുർആനാണ് ജിബ്രീൽ ഓതിക്കൊടുക്കുന്നത്. അത് മറക്കുമോ എന്ന് മനസ്സിലാക്കി ജിബ്രീൽ നബി തങ്ങളിലേക്ക് ഓതി കൊടുക്കുന്നത് അപ്പോൾ നബി തങ്ങൾ അത് മനസ്സിൽ ഓർക്കാൻ വേണ്ടി കൂടെ ജിബ്രീൽ ഓതി കൊടുത്ത ഉടനെ തന്നെ ബാക്കിൽ അങ്ങനെ ഓതി പോകും. ആ ഓതി പോകുമ്പം റസൂലുള്ളാഹി തങ്ങളെ നാവും അനക്കും ചുണ്ടും അനക്കും. അതാണ് ഈ ഹദീസ് മനസ്സിലാണ്. ആദ്യം പറഞ്ഞത് ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബിഹി എന്ന് പറയുന്ന ആയത്തിൻ്റെ തഫ്സീറാണ് ഇവിടെ പറയുന്നത്. ആ ശിദ്ദത്ത് നബി തങ്ങൾക്ക് നേരിട്ടിരുന്നു എന്നുള്ള കാരണം യുഹർരികു ഷഫതൈഹി, അത് നമുക്ക് വ്യക്തമായത് നബി തങ്ങൾ രണ്ട് ചുണ്ടും അനക്കൽ കാരണമായിട്ടാണ്. അപ്പം നാവ് അനക്കുന്നത് കണ്ടോളണമെന്നില്ല, ചുണ്ട് പൂട്ടിയാലും നാവുള്ളിൽ നിന്ന് അനക്കാം. പക്ഷെ അങ്ങനല്ല, നാവും അനക്കും ചുണ്ടും അനക്കും. ജിബ്രീൽ ഓതിയൻ്റെ ബാക്കിൽ ഓതുമ്പോൾ അതും കൂടെ കൂടുമ്പോൾ വഹ്യിൻ്റെ ശിദ്ദത്തിന് തങ്ങൾക്ക് വല്ലാത്ത പ്രയാസമായി വരും. അപ്പോഴാണ് അല്ലാഹു തആല ഇറക്കിയത് ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബിഹി ഇന്ന അലൈനാ ജംഅഹു വഖുർആനാ. ലാ തുഹർരിക് ബിഹി ലിസാനക, ബിഹി അല ഖുർആൻ, ആ ഖുർആൻ കൊണ്ട് തങ്ങളുടെ നാവിനെ തങ്ങൾ അനക്കണ്ട. ലിതഅജല ബിഹി, തങ്ങൾ ആ ഖുർആൻ കൊണ്ട് തിരക്ക് കൂട്ടാൻ വേണ്ടി മനസ്സിൽ നിന്ന് പോവോ എന്നുള്ള അജലത്ത് കാണിച്ചിട്ട് തങ്ങൾ നാവിനെ അനക്കണ്ട. ഇന്ന അലൈനാ ജംഅഹു വഖുർആനാ, തീർച്ചയായും നമ്മുടെ മേലിൽ മാത്രമാണ് ജംഅഹു, ആ ഖുർആനെ തങ്ങൾക്ക് ഒരുമിച്ച് കൂട്ടിത്തരൽ, തങ്ങളുടെ മനസ്സിൽ അതിനെ ജമ്മ് ചെയ്യൽ, വഖുർആന, തങ്ങൾ അതിനെ ഓതലും. അതാ ഇബ്നു അബ്ബാസ് തങ്ങൾ അർത്ഥം. കാല ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു ജംഅഹു ലക ലഹു, തങ്ങൾ അതിനെ ജമ്മ് ചെയ്യൽ നമ്മളെ മേലിൽ മാത്രമാണ്, ഫീ സുദ്രിക, നിങ്ങളുടെ ഹൃദയത്തിൽ, വതഖ്റാഹു, തങ്ങൾ അതിനെ ഓതലും. ഇപ്പൊ ഖുർആൻ എന്ന് പറഞ്ഞ മസ്തറാണ്, ആ മസ്തറിനേക്ക് ഫിഇലിന്റെ അർത്ഥാണ് ഓതുക എന്നാണ് അർത്ഥമുള്ളത്. നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു വിഷയം പറയാണ്. ശറഫുൽ അനാം മൗലൂദിലുണ്ട് അന്തല്ലദീ സുമ്മീത ഫിൽ ഖുർആനി. പുത്തൻവാദികൾ, മുജാഹിദുകൾ, ജമാഅത്ത് പോലെയുള്ള അന്തംഗമ്യകൾ അവിടെ ഖുർആൻ ഇഷ്കാലാക്കുന്നുണ്ട്. മങ്കൂസ് ശറഫുൽ അനാം മൗലൂദിൽ നബി തങ്ങൾ പ്രസവിച്ചപ്പോൾ അൽഹംദുലില്ലാഹില്ലദീ അഅ്താന ഹാദൽ ഉലാമ ത്വയ്യിബൽ അർദാനി എന്നെല്ലാം പറഞ്ഞിട്ടുള്ള ആ ബൈത്ത്,
ആ ബൈത്തിലാണല്ലോ അൻതല്ലദീ സുമ്മീത ഫിൽ ഖുർആനി എന്ന് പാടുന്നത്. അപ്പോൾ നബി തങ്ങളെ പേരെങ്ങനെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ഖുർആൻ നബി തങ്ങൾ ജനിച്ചെന്ന് ഇറങ്ങിക്കണോ എന്ന് ചോദിച്ചിട്ട് ഇഷ്കാലാക്കണോലുണ്ട്, പലരും ഉണ്ട്. അതിൻ്റെ മറുപടിയാണ് ഖുർആൻ എന്ന വാക്ക് അറബിയിലുള്ള ഖറായഖ്റഉ ഖിറാഅത്തൻ വ ഖുർആനൻ എന്ന് പറയുന്ന ഖറായഖ്റഉവിൻ്റെ മസ്തറാണ് ഖുർആൻ. ഖുർആൻ്റെ അർത്ഥം ഓതുക എന്നാണ്. മസ്തറിന് ഇസ്മ പൂലർത്ഥമൊക്കെ പതിവാണ് ഖുർആന ഓതപ്പെടുന്നത് എന്നർത്ഥമുള്ളത്. അപ്പോൾ ഓതപ്പെടുന്ന വേദങ്ങളിൽ പേര് പറയപ്പെട്ടവരാണ് നിങ്ങൾ എന്നാ പറഞ്ഞർത്ഥമുള്ളൂ. വേദങ്ങൾ മുമ്പേണ്ടല്ലോ, തൗറാത്തിലും ഇഞ്ചിയിലും എല്ലാം നബി തങ്ങളെ സംബന്ധിച്ച് ധാരാളം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ഖുർആൻ്റെ അർത്ഥം വേദത്തിൽ എന്നാണ്, ഖുർആൻ ഓതപ്പെടുന്ന വേദത്തിൽ. ഫൈദാ ഖറഅനാഹു ഫത്തബി ഖുർആന ആയത്തിൻ്റെ ബാക്കിയാണ്. ഖാല ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു ഫസ്തമിഉ ലഹു, നാം ഖുർആനെ തങ്ങൾക്ക് ഓതിത്തന്നാൽ, നാം ഓതുക എന്ന് പറഞ്ഞാൽ ജിബ്രീൽ മുഖേന ഓതിത്തന്നാൽ. ഫൈദാ ഖറഅനാ, നാം ഓതിയാൽ, അല്ലാഹു തആലയാണല്ലോ നാം എന്ന് പറഞ്ഞാൽ ജിബ്രീൽ മുഖേന തങ്ങൾക്ക് ഖുർആൻ നാം ഇറക്കിക്കഴിഞ്ഞാൽ അതാ ഓതി തരാതെ ഞാൻ ഓതുക എന്ന് പറഞ്ഞാൽ എൻ്റെ ദൂതൻ ഓതുക, അല്ലെങ്കിൽ മജാസ് എന്നതിന് പ്രയോഗിക്കുക. അള്ളാഹ് ഓതുക എന്ന് പറഞ്ഞാൽ ജിബ്രീൽ ഓതുക. അമീർ സാധാരണ പറഞ്ഞമാതിരി അമീർ രാജാവ്, അല്ലെങ്കിൽ ഫലസ്തീൻ്റെ നേതാവ് ഹമാസ് ബോംബിട്ടു, അല്ലെങ്കിൽ ഇന്ന ആൾ ഇറാൻ്റെ നേതാവ് ആയത്തുള്ള ഖുമൈനി ബോംബിട്ടു എന്നെല്ലാം പറഞ്ഞാൽ അയാളെ കൽപ്പന പ്രകാരം ഓടിട്ടു. ധാരാളം ഉദാഹരണങ്ങൾ പറയലുണ്ട്. അപ്പോൾ ഫൈദാ ഖറഅനാഹു, ആ ഖുർആൻ ജിബ്രീൽ മുഖേന തങ്ങൾക്ക് ഞാൻ ഓതിത്തന്നാൽ, ഫത്തബി ഖുർആന, അതിൻ്റെ ജിബ്രീലിൻ്റെ ഓത്തിനോട് നിങ്ങൾ പിന്തുടർന്നാൽ മതി, നിങ്ങൾ താബിയായാൽ മതി. അവിടെ ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞത് അതിനർത്ഥം എന്താ? കാല ഫസ്തമിഉ ലഹു, ഫത്തബി ഖുർആൻ അർത്ഥം ഫസ്തമിഉ ലഹു വഅൻസിത്, ഞാൻ ഓതുമ്പോൾ ജിബ്രീൽ തങ്ങൾക്ക് ഓതിത്തരുമ്പോൾ നിങ്ങൾ ഖുർആനെ ശ്രദ്ധിച്ച് കേൾക്കണം. ഫസ്തമിഉ ലഹു വഅൻസിത്, മിണ്ടാതിരിക്കുകയും വേണം. ശ്രദ്ധിച്ച് കേട്ട് മിണ്ടാതിരുന്നാൽ മതി, തങ്ങൾക്ക് അത്രേ വേണ്ടതുള്ളൂ. കൂടെ തന്നെ ഓതി ചെറുക്കൂട്ടേണ്ട ആവശ്യമില്ല. സുമ്മ ഇന്ന അലൈനാ ബയാനാ, സുമ്മ ഇന്ന അലൈന, തീർച്ചയായും പിന്നെ നമ്മുടെ മേലുണ്ട് ബയാനഹു, അതിനെ തങ്ങളെ കൊണ്ട് മറ്റുള്ളവർക്ക് ഓതിക്കൊടുക്കലുണ്ട്. തങ്ങളതിനെ ഓതലുണ്ട് കൗമിൻ്റെ മേലിൽ. അതാ ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നത് സുമ്മ ഇന്ന അലൈന, തീർച്ചയായും നമ്മളെ മേലുണ്ട് അന്തഖ്റഹു, നിങ്ങൾ ആ സൂറത്ത് ആ ഖുർആനെ ഓതലുണ്ട്. നിങ്ങൾ ഓതുക എന്ന് പറഞ്ഞാൽ നിങ്ങളത് ഓതിക്കൊടുക്കുക കൗമിനിക്ക്, നിങ്ങളത് മനസ്സിലാക്കിയിട്ടുണ്ടാകും. വേറെയും കുറേ തഫ്സീറുണ്ട്. നമ്മൾ തങ്ങൾക്ക് ആദ്യം തങ്ങൾക്ക് ഖുർആനെ മനസ്സിൽ തങ്ങൾക്ക് ജമ്മു ചെയ്തു തരും. പിന്നീട് അതിൻ്റെ ആശയങ്ങൾ, അതിൻ്റെ വിപുലമായ ആശയങ്ങൾ, പ്രയോഗങ്ങൾ, ഓരോരോ അർഫിൻ്റെയും സൂചനകൾ മുഴുവനും തങ്ങൾക്ക് നാം അത് ബയാൻ ചെയ്തു തരികയും ചെയ്യും. പല അർത്ഥ തഫ്സീറുകളുണ്ട് അവിടെ. ഇബ്നു അബ്ബാസ് തങ്ങളുടെ തഫ്സീർ എന്താ? ബയാൻ എന്ന് പറഞ്ഞാൽ തങ്ങൾ അതിനെ ഓതുക എന്നുള്ള അർത്ഥമാണ്. തഖ്റഉഹു എന്നുള്ള അർത്ഥത്തിലേക്കാണ്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, റസൂലുള്ളാഹി തങ്ങളായിരുന്നു ബഅദ ദാലിക, ഈ ഖിയാമത്തിലെ, ഈ സൂറത്തുൽ ഖിയാമയിലെ ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ, 16 മുതൽ 19 വരേക്കുമുള്ള ആയത്ത് ഇറങ്ങിയപ്പോൾ, ഇതാ അതാഹു ജിബ്രീൽ ഇറങ്ങിയതിൻ്റെ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, റസൂലുള്ളാഹിരുന്നു ബഅദ ദാലിക, ഈ ആയത്ത് ഇറങ്ങിയതിൻ്റെ, ആയത്തുകൾ ഇറങ്ങിയതിൻ്റെ ശേഷം, ഇതാ അതാഹു ജിബ്രീലു, നബി തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നാൽ, ഇസ്തമഅ, നബി തങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കും. ഫൈദന്തലക ജിബ്രീലു, ജിബ്രീൽ അലൈഹിസ്സലാം പോയാൽ, ഖറാഹുൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ആ ഖുർആൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓതും. കമാ ഖറഅഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാം എങ്ങനെയാണോ ഓതി കൊടുത്തത് എങ്കിൽ അതുപോലെ, കമാ ഖറഅ, ജിബ്രീൽ ഓതിയതുപോലെ, ഹു ഖുർആനെ എങ്ങനെയാണോ ഓതിയത് അതുപോലെ റസൂലുള്ളാഹി ഓതുകയും ചെയ്യും. ഇതാണ് ഹദീസ്. ഈ ഹദീസ് ഈ ബാബിൽ പറഞ്ഞത് വളരെ ഫിറ്റാണ്. ബദുൽ വഹി, വഹിയിൻ്റെ ആദ്യ കാലങ്ങളിൽ
ആരംഭഘട്ടങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആ വഹിയിനെ ഏറ്റെടുക്കാനുള്ള ഹിഫ്ളാക്കാനുള്ള ധൃതി കാരണം വഹിയിൻ്റെ ഭാരത്തോട് കൂടെ അത് പഠിക്കാൻ വേണ്ടി ചുണ്ടനക്കൽ കാരണം നാവും ചുണ്ടും അനക്കി നബിയോട് കൂടെ തന്നെ ഓതി വല്ലാതെ കഷ്ടപ്പെട്ടിരുന്ന നബി സല്ലല്ലാഹു തങ്ങൾ പിന്നീട് ആ കഷ്ടപ്പെടാണ്ട് പോയി. കാരണം ജിബ്രീൽ വന്ന് പോവലോട് കൂടെ നബി തങ്ങൾക്ക് മുഴുവനും ഹിഫ്ളായിട്ടുണ്ടാകും. അങ്ങനെയുള്ള അവസ്ഥ അല്ലാഹു തആല വരുത്തി തീർത്തു.